ഹലോ നമസ്കാരം. എജു ക്ലയന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീമിന്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ കീം 2025 ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം, കോഴ്സുകൾ ആഡ് ചെയ്യാം. മാത്രമല്ല NRI ഡോക്യുമെന്റ്സ് അതുപോലെ കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ EWS ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കുക എന്ന് വെച്ചാൽ ആർക്കിടെക്ചർ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നാറ്റ ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ മെഡിക്കൽ അലൈഡ് ഹെൽത്ത് അതുപോലെ MBBS BDS കോഴ്സുകളൊക്കെ നോക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ ഇതിന് മുമ്പ് അപേക്ഷിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നേരത്തെ കീം 2025 കോഴ്സിന് അപേക്ഷ നൽകിയ ആളുകളാണെന്നുണ്ടെങ്കിൽ പുതിയ അപേക്ഷ അവർ സമർപ്പിക്കരുത്. അവർക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളൊക്കെ ആഡ് ചെയ്യാം. മാത്രമല്ല NRI അതുപോലെ കാറ്റഗറി മൈനോറിറ്റി EWS പോലുള്ള റിസർവേഷൻ ക്ലെയിമുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അവസാന തീയതി വരുന്നത് ജൂൺ 23-നാണ്. ജൂൺ 23 ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അപേക്ഷ അപ്ലൈ ചെയ്യാൻ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകൾ CEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം കീം 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് എല്ലാം അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ മുമ്പ് അപേക്ഷിച്ച ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ അപേക്ഷിക്കേണ്ടതില്ല. അവർക്ക് ആഡ് കോഴ്സ് എന്നുള്ള ലിങ്ക് വഴി അവർക്ക് പുതിയ കോഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് BRക്ക് അല്ലെങ്കിൽ MBBS ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ NRI ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. മാത്രമല്ല കാറ്റഗറി ഡോക്യുമെന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ മൈനോറിറ്റി ഡോക്യുമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. റിസർവേഷൻ ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ അപേക്ഷ ഫീസ് ഓൺലൈൻ മാത്രമായിട്ടാവും പേ ചെയ്യേണ്ടി വരിക. പുതിയ അപ്ഡേറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. പിന്നെ അപേക്ഷ സമയത്ത് നിങ്ങൾ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ EWS സർട്ടിഫിക്കറ്റ് കാറ്റഗറിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ NRI ഡോക്യുമെന്റ്സ് അത് ഏതൊക്കെയാണോ ഡോക്യുമെന്റ് എന്നുള്ളത് നമ്മുടെ പ്രോസ്പെക്ടസിനകത്തുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യാം. 23-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈനായിട്ടാവും ഫീസ് അടക്കേണ്ടി വരിക. അപ്പോൾ NRI ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് NRI സീറ്റ് ഇപ്പൊ MBBS മാർക്ക് ബേസ് ചെയ്തിട്ട് NRI സീറ്റ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 20 ലക്ഷം ആണ് ഫീസ് വരുന്നത്. കമ്പാരിറ്റീവ്ലി അതർ സ്റ്റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഫീസ് കുറവാണ്. NRI ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അത് സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഇന്ന് 19-ാം തീയതി ആയി. ഇപ്പോൾ ഒരു 3 ഡേയ്സ് ഉണ്ട്. 3 ഡേയ്സിനുള്ളിൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തതിനു ശേഷം അത് അപ്ലോഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ, എന്തെങ്കിലും അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ ഇനി കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.